എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. രാത്രി 2 മണിക്കോ 3 മണിക്കോ ഉറക്കം നമ്മളറിയാതെ തടസ്സപ്പെടുന്നു. അതിനുശേഷം നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതിനെ പൊതുവെ ഒഴിവാക്കാനുള്ള, അങ്ങനെ ഒരു സംഭവം നടന്നാൽ തന്നെ അതിനെ ഒഴിവാക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രാത്രി 2 മണിക്കോ 3 മണിക്കോ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുകയാണെങ്കിൽ അതെന്തുകൊണ്ട്, അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന് നമ്മൾ ഏത് രീതിയിൽ പരിഹാരം കാണാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ തലക്കെട്ട്. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മണിക്ക് യൂട്യൂബ് ചാനലിൽ ഞാൻ ലൈവായി വരുന്നതാണ്. നിങ്ങൾക്കും പങ്കെടുക്കാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. കൃത്യമായ മറുപടി എന്നാലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രി 2 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ നമ്മുടെ കണ്ണുകളിൽ നിന്നും ഉറക്കം നഷ്ടപ്പെടുന്നു. പാതിരാത്രിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നു. അതിന് ഒരുപക്ഷെ മൂത്രമൊഴിക്കാനായിരിക്കും എഴുന്നേൽക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേട്ട് എഴുന്നേൽക്കാം. അതുമല്ലെങ്കിൽ സാധാരണ ഉറക്കം നഷ്ടപ്പെടുന്നത് പോലെ നമുക്ക് കണ്ണു തുറക്കാം. അതിനുശേഷം പലർക്കും ഉറക്കം നഷ്ടപ്പെടുന്നത് ഒരു പതിവാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഉറക്കം നഷ്ടപ്പെടും. പിന്നെ മണിക്കൂറുകളോളം റൂമിൻ്റെ സീലിംഗും നോക്കിയോ അതല്ലെങ്കിൽ ഫാനിനെ നോക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കുറേ നേരം ഇങ്ങനെ കിടക്കും. ഒരു പക്ഷേ 2-3 മണിക്കൂർ നേരം അവർക്ക് ഉറക്കം വന്നില്ല എന്ന് വരാം. എന്തൊക്കെയായിരിക്കും ഇതിന് കാരണങ്ങൾ? ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രായമാണ്. പ്രായം മുന്നോട്ട് പോകും തോറും നമ്മുടെ ശരീരത്തിന് കണ്ടിന്യൂസ് ആയ ഉറക്കം എന്നുള്ള സാഹചര്യത്തിൽ നിന്നും പതിയെ പതിയെ വ്യതിചലിക്കേണ്ടതായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻഫ്രീക്വൻറ്റ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഈ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ പ്രായമായവർ എന്ന് പറഞ്ഞാൽ 70-80 വയസ്സുള്ള ആളുകളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. ഒരു 40 വയസ്സിന് അങ്ങോട്ടേക്ക്, 40-45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇത് സാധാരണമായി കാണപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രായം ഒരു വിഷയമാണ്. രണ്ടാമത്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഷുഗർ ലെവലിൻ്റെ ബാലൻസ് ഇല്ലായ്മ, പൊരുത്തക്കേട്. അല്ലെങ്കിൽ ഹൈ ഷുഗർ ആവാം, ലോ ഷുഗർ ആവാം. മരുന്ന് കഴിക്കുന്നവരിലും മരുന്ന് കഴിക്കാത്തവരിലും ഈ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ, അതായത് ഈ പഞ്ചസാരയിൽ നമ്മൾ പറയുന്ന ഡയബറ്റിക്സ് എന്നുള്ള പ്രശ്നവും ലോ ഷുഗർ എന്നുള്ള പ്രശ്നവും അത് വരുമ്പോഴും വല്ലാത്ത അവസ്ഥയിലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ വരുമ്പോഴും ഈ പറയുന്ന ഉറക്കത്തിൻ്റെ പ്രശ്നം പാതിരാത്രിയിൽ എഴുന്നേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നതായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതും ഒരു ഫാക്ടറാണ്. അതിന് നിങ്ങൾ ഡോക്ടറോട് സംസാരിച്ച് എന്ത് വേണമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകാം. മദ്യപാനം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ശരീരത്തിൽ താൽക്കാലികമായി ഒരു റിലാക്സേഷൻ കൊടുക്കുന്നതിനും അതുപ്രകാരം കുറച്ച് ഉറങ്ങുന്നതിനുമുള്ള സാഹചര്യം മദ്യപാനം സൃഷ്ടിക്കുമെങ്കിലും ആ മദ്യത്തിൻ്റെ കെട്ടഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഉറക്കം നഷ്ടപ്പെടുന്നതാണ് പതിവ്. അതുകൊണ്ട് അതും ഒരു കാരണമാവാം. നാലാമത്, കഫൈൻ എന്ന് പറഞ്ഞ രാസപദാർത്ഥം. ഈ കോഫിയിലും അതേപോലെ എയറേറ്റഡ് കൂൾ ഡ്രിങ്ക്സിലുമെല്ലാം കാണപ്പെടുന്ന ഒരുതരം രാസപദാർത്ഥമാണ് കഫൈൻ. ഈ കഫൈനും നമ്മുടെ രാത്രി ഉറക്കത്തിൻ്റെ അളവിനെ കുറയ്ക്കുവാനും അല്ലെങ്കിൽ പാതിരാത്രി ഉറക്കമുണരുവാനും നമ്മളെ സാഹചര്യം ഒരുക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഈ സാഹചര്യത്തിൽ കഫൈൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ അതിന് 2 മണിക്കൂർ മുമ്പോ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഏറ്റവും പ്രധാനമായി പിന്നീട് വരുന്നത് മാനസിക സമ്മർദ്ദമാണ്, നെഗറ്റീവ് ചിന്തകളാണ്. നമ്മുടെ മാനസികമായ ചില സാഹചര്യങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ആങ്സൈറ്റി പോലെ പ്രശ്നങ്ങളുള്ളവർ, പാനിക് ഡിസോർഡർ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ, OCD ഉള്ളവർ, ഡിപ്രഷൻ ഉള്ളവർ, ഇവർക്കെല്ലാം സാധാരണഗതിയിൽ ഈ സമയത്ത് രാത്രികാലങ്ങളിൽ ഒരുപക്ഷെ ഉറക്കമറന്നു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകളെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അതിനുശേഷം ഉറക്കം വരുന്നത് പൊതുവെ കുറവായിരിക്കും. അതുമാത്രമല്ല, മറ്റൊരു രീതിയിൽ പറയുമ്പോൾ ഒരു പ്രാവശ്യം ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഉറക്കം വന്നില്ലെങ്കിലോ, എനിക്ക് ഉറക്കം വരുമോ, ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നതും
മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് ഉറക്കം വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ എന്തായാലും രാത്രി 2 മണിക്ക് എഴുന്നേറ്റു എന്ന് കരുതുക. എഴുന്നേറ്റതിന് ശേഷം ഉറക്കം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ റിലാക്സേഷൻ ആണ്. ചിന്തകൾ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ചെയ്യുക. അതായത് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും സെപ്പറേറ്റ് കണ്ണടച്ച് കിടന്നുകൊണ്ട് മനസ്സിൻ്റെ കണ്ണുകളാൽ കണ്ടുകൊണ്ട് റിലാക്സേഷൻ അവിടെ സങ്കല്പിക്കുക. കാൽ പാദങ്ങളിൽ നിന്നും തുടങ്ങി തല വരെ എല്ലാ ഭാഗങ്ങളിലേക്കും സങ്കല്പത്തിലൂടെ റിലാക്സേഷൻ എത്തിക്കുക എന്നുള്ളത് ഒരു പോംവഴിയാണ്. 2, പുസ്തകം, ഫിസിക്കലായ പുസ്തകം വായിക്കുക എന്നുള്ളത് രണ്ടാമത്തെ പോംവഴിയാണ്. അതൊരു കാരണവശാലും മൊബൈലിൽ നിന്നോ ടാബ്ലറ്റിൽ നിന്നോ പുസ്തകങ്ങൾ വായിക്കരുത്. പകരം ഫിസിക്കലായ പുസ്തകങ്ങൾ വാങ്ങി അത് വായിച്ചാലും ഉറക്കം വരുവാൻ സാഹചര്യമുണ്ടാവും. 3, നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കുക. ഏതുതരം ചിന്തകളാണ് വരുന്നത്? ചിന്തകളെ ഒബ്സർവ് ചെയ്യുക. അത് മനസ്സിലാക്കിയാൽ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക, കാണുക, മനസ്സിലാക്കുക, അംഗീകരിക്കുക. അതും ഒരു മെത്തേഡാണ്. ചെറുതായിട്ടുള്ള സ്ട്രെച്ചിങ് നിങ്ങളെ സഹായിക്കും. ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കിടന്ന് കൈകാലുകൾ നിവർത്തി മടക്കി അടച്ച് അങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി ശരീരം ചെറുതായി ക്ഷീണിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെറുതായി ഉറക്കം പതിയെ വരാൻ തുടങ്ങുകയും ചെയ്യും. പിന്നെയുള്ളത് ബോക്സ് ബ്രീത്തിങ് ആണ്. പരമാവധി മാക്സിമം ശ്വാസം അകത്തേക്ക് വലിച്ചതിന് ശേഷം വളരെ സ്ലോ ആയി പതിയെ, അതായത് വലിച്ചതിൻ്റെ ഇരട്ടി സമയം, ശ്വാസം അകത്തേക്ക് എടുത്തതിൻ്റെ ഇരട്ടി സമയം ശ്വാസം പുറത്തേക്ക് വിടുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക. വീണ്ടും ചെയ്യുക വഴി നിങ്ങൾക്ക് ഉറക്കം വരാൻ സാഹചര്യമുണ്ടാവും. ഐ മൂവ്മെൻറ്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസ്സിംഗ് ടെക്നീക്ക് ഉണ്ട്, തെറാപ്പി. അത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2 കൈകളും നമ്മുടെ തോളത്ത് ഇങ്ങനെ പിണച്ച് വയ്ക്കുക. എന്നിട്ട് ഫാസ്റ്റായി കുറച്ച് നല്ല അമർത്തി തോളത്ത് തട്ടുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ 30 പ്രാവശ്യം കുറച്ച് അമർത്തി തട്ടിയതിന് ശേഷം കൈമാറ്റി ഡീപ്പായി ബ്രീത്ത് ചെയ്യുക 4-5 തവണ. വീണ്ടും ഇത് ആവർത്തിക്കുക 30 പ്രാവശ്യം. വീണ്ടും കൈമാറ്റി ഡീപ്പായി ബ്രീത്ത് ചെയ്യുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി ഒരു 5-6 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള സാഹചര്യമുണ്ട്. ആങ്സൈറ്റി അങ്ങനെയുള്ളവർക്ക് സാധാരണഗതിയിൽ നെഗറ്റീവ് ചിന്തകളെ ഹാൻഡിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെഗറ്റീവ് ചിന്തകളെ കൃത്യമായി തലേദിവസം തന്നെ ഡയറിയിൽ ഒരു ജേർണൽ രൂപത്തിൽ എഴുതി വയ്ക്കുന്നത് വളരെയധികം സഹായകരമാകും. ആ നെഗറ്റീവ് ചിന്തകളെക്കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്? അത് നമ്മളെ എങ്ങനെ ഉപദ്രവിക്കുന്നു? ആ ചിന്തകൾക്ക് ഞാൻ എങ്ങനെ മറ്റൊരു രൂപം കൊടുക്കാം? മറ്റൊരാളുടെ രീതിയിൽ ചിന്തിച്ചാൽ അതെങ്ങനെയിരിക്കും? ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം, അതായത് ഇങ്ങനെയുള്ള രീതികളെല്ലാം ഞാൻ മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് അത് ഡയറിയിൽ എഴുതി ഒരു ജേർണൽ രൂപത്തിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് ഈ അർദ്ധരാത്രി ഉറക്കം എഴുന്നേറ്റാലും ആ സമയത്ത് സാധാരണ പോലെ വീണ്ടും ഉറക്കത്തിലേക്ക് വീഴാൻ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ മുഴുവൻ കണ്ടതിൽ നിങ്ങൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം.